നമസ്കാരം. കേരളത്തിൽ പലയിടങ്ങളിലും ക്ഷേത്രങ്ങൾ തകർക്കുന്നതും അതുപോലെ തന്നെ ചില മത തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ ക്ഷേത്രങ്ങൾ പൂട്ടിക്കുന്നതും നെയ്യാറ്റിൻകരയിലൊക്കെ കണ്ടതാണ്. ശിവക്ഷേത്രം പൂട്ടിച്ചു, തുറന്നു കൊടുത്തു. പിന്നീട് അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ലോക പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ഏഴര പൊന്നാന മഹോത്സവമൊക്കെ വിശ്വപ്രസിദ്ധമാണ്. അവിടുത്തെ കിഴക്കേ ഗോപുര വാതിൽ പണിയുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച, പൂജാവിധികളോടുകൂടി സ്ഥാപിച്ച തറക്കല്ല് ഇപ്പോൾ എടുത്തു മാറ്റി പുറത്തിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഭക്തജനങ്ങൾ. എൻ്റെ ഒരു വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു സുഹൃത്ത് അതിന്റെ വിശദാംശങ്ങൾ അയച്ചു തന്നു. അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് അയച്ചു തന്നു. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിലാണ് ഈ തറക്കല്ല് സ്ഥാപിച്ചത്. ഒരു ഗോപുരത്തിൽ അല്ലെങ്കിൽ ഒരു നിർമ്മിതിയിൽ തറക്കല്ല് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അപ്പം ഈ തറക്കല്ല് ആരാണ് എടുത്തു മാറ്റി പുറത്തിട്ടത്? ഭക്തജനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ ആചാര വിധിപ്രകാരം ഈ തറക്കല്ല് പുനഃസ്ഥാപിക്കാനുള്ള നടപടി ദേവസ്വം ബോർഡ് കൈക്കൊള്ളണം എന്നാണ് നാട്ടുകാരും ഭക്തജനങ്ങളും ആവശ്യപ്പെടുന്നത്. നമുക്കതിന്റെ ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്കും ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹിയും ഭക്തജനങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ദൃശ്യങ്ങളിലേക്കുമൊക്കെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങി വരാം. ഇവിടെ നമ്മുടെ ഈ ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ തറക്കല്ലിൻ്റെ ചടങ്ങ് ഒരു 1-1.5 വർഷം മുമ്പ് വളരെ വിപുലമായിട്ട് നടക്കുകയുണ്ടായി. അന്ന് ബഹുമാന്യനായ മന്ത്രി ശ്രീ VN വാസവൻ്റെ സാന്നിധ്യത്തിലാണ് ആ ഒരു ചടങ്ങ് നടന്നത്. അതിന് മുന്നോടിയായിട്ട് മേൽശാന്തിയുടെ പ്രതിനിധി വന്ന് പ്രത്യേകമായിട്ട് പൂജിച്ച ഒരു തറക്കല്ല് അത് തയ്യാറാക്കുകയുണ്ടായി. ആ കല്ലാണ് ഈ കാണുന്നത്. പക്ഷേ ഈ കല്ല് ഈ പില്ലർ കെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് ഇതിനടിയിൽ ഇടേണ്ടതായിരുന്നു. നമ്മളൊരു വീട് പണിയുകയാണെങ്കിലും ഏറ്റവും പ്രാധാന്യം നൽകുക തറക്കല്ലിനാണ്. പൂജിച്ച തറക്കല്ല് ആ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സ്ഥാപിച്ച് അവിടെ നിന്നാണ് അത് കെട്ടിപ്പൊക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് അതിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം പൂജിച്ച തറക്കല്ല് അലക്ഷ്യമായി അത് ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ആ തറക്കല്ലിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. ഇതിന് ഉത്തരവാദികളായവർ അവരാരാണെങ്കിലും ശരി, അവരോട് ഇതിന് ചോദ്യം ചെയ്യുക തന്നെ വേണം. കാരണം ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, മറ്റ് എഞ്ചിനീയർമാരുണ്ട്, കോൺട്രാക്ടറുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ ഒരു മഹാക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ രീതിയിൽ ശ്രദ്ധിക്കാതെ ഈ രീതിയിൽ വലിയൊരു വീഴ്ച ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇത് ഇനി എവിടെയെങ്കിലും എടുത്ത് കുഴിച്ചിടുകയല്ല വേണ്ടത്. ഇതിൻ്റെ പില്ലറ് പൊങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതിന് പ്രായശ്ചിത്തം ചെയ്ത് പ്രത്യേകമായ പൂജ നടത്തി ഈ കല്ല് വീണ്ടും ഇവിടെ സ്ഥാപിക്കണം. അതിന് വേണ്ടി വരുന്ന ചെലവ് മുഴുവൻ ഇതിന് കാരണക്കാരായവർ വഹിക്കുകയും വേണം. അതുകൊണ്ട് ദേവസ്വം അധികൃതരെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ എത്രയും വേഗം ഇത് വീണ്ടും പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർവഹിച്ച് പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടിയന്തരമായി ഭക്തജനങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഇതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനും തകർക്കാനും ക്ഷേത്ര ആചാരങ്ങളെ ദുർബലപ്പെടുത്താനും ഒക്കെ ഇടത് ജിഹാദി ശക്തികളൊക്കെ തന്നെ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഭക്തജനങ്ങളും വിശ്വാസികളും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ തന്നെ പറയുന്നത്. ദേവസ്വം ബോർഡ് അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി, പോലീസ് അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുത്ത് ഈ തറക്കല്ല് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.